ചായ കുടിക്കാം. ഇച്ചിരി നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അവളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഇച്ചാനൊന്ന് പോയി അവളോട് സംസാരിക്കാം. ഇച്ചാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ? ഞാനെന്താ പറയാന, അവളുടെ ഇഷ്ടം പോലെ അവള് ജീവിക്കട്ടെ, അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. രണ്ടുപേരും തല്ലുകൂടാതിരുന്ന് കളിക്കും. നീ തെങ്ങുണ്ടാക്കാൻ പോയപ്പോ പെണ്ണിനെ കുറിച്ച് കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നീ ഇങ്ങനെ കഞ്ഞും കൂട്ടാനൊക്കെ വെച്ച് ഇവിടെ തന്നെ നിന്നാ മതിയോ? നിനക്ക് അവനെ ഒന്ന് വിളിച്ചു വരെ മോളെ. എന്തിനെങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വെച്ച് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ അമ്മയോട് നേരിട്ട് പറ. ഞങ്ങൾ എൻ്റെ മക്കളോട് എനിക്കോടാം. അതാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതൊക്കെ എന്താ ഇത് പറഞ്ഞൊന്നും മനസ്സിലാവാത്തത്? എന്തോ ഒരു വാങ്ങി വെച്ചിട്ട് അവൾ ഈ വീട്ടിൽ തന്നെ കഴിയുന്നത്? എന്താ അമ്മയ്ക്ക് ചേച്ചി ഇവിടെ നിൽക്കുന്നതിന് അമ്മയ്ക്ക് എന്താ കേട്ടോ? അവൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും ഇവിടെ നിൽക്കാം. രണ്ട് മക്കളുണ്ടായിട്ട് എന്താ കാര്യം? രണ്ടിൻ്റെ ജീവിതം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. ഞാൻ നോക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ കോള് വന്നിരുന്നു. നാളെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. നീ സത്യമായിട്ട് കുഞ്ഞിനെ ഇവിടെ ചേർക്കാൻ പോവാണ്? എന്തിനാ പെണ്ണെ ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്? അതെ, കുഞ്ഞിൻ്റെ അച്ഛനൊരാളെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അത് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. നിന്നോടല്ലേ പോകാൻ പറ്റത്? ഇച്ചായ നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. എത്രയും പെട്ടെന്ന് അവളെ വീട്ടിൽ കൊണ്ടാക്കാനേ നമ്മൾ നോക്കേണ്ടത്. അവളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? നാട്ടുകാര് പട്ടികളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ചേച്ചിക്ക് ഇവിടെ ഇഷ്ടമുള്ള കാലം അത്രയും നിൽക്കാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ. പിന്നെ അമ്മ എന്തിനാ ഈ കാര്യം പറഞ്ഞിട്ട് ചേച്ചി ശല്യപ്പെടുത്തുന്നത്? മനുഷ്യൻ സമയത്ത് നിങ്ങളെടുത്ത് കൊഞ്ചിക്കൊണ്ട് നിൽക്കണം. നമുക്ക് പപ്പയിലേക്കാലോ? മമ്മിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. മമ്മി വരത്തേക്ക് മുമ്പ് വിളിക്കണം. മമ്മി നമ്മളെ തല്ലും. എടുത്തെടുക്കാം. നീ ഇങ്ങനെ എന്തോരു നാളായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ ആ പെണ്ണിനെ പിള്ളേരെപ്പോഴും വിളിച്ചോണ്ട് വാ. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ എന്താണോ അവനോട് പറഞ്ഞത് അത് അവൻ ചെയ്യുന്നത് വരെ അവരവിടെ തന്നെ നിന്നാൽ മതി. ചേച്ചി വിളിക്കുന്നു. കുഞ്ഞാപ്പിക്ക് സുഖമല്ലേ? പപ്പ വരാട്ടോ. കുഞ്ഞിനെ കുഞ്ഞാപ്പിനെ കാണാൻ പപ്പ വരും കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ. പപ്പ വരാടാ, വിഷമിക്കാതെ. പപ്പ വരൂട്ടോ. കുഞ്ഞിനെ പപ്പ ഉറപ്പായിട്ടും കുഞ്ഞാപ്പി സ്കൂളിൽ ചേർക്കാൻ പോകണോ? ഏത് സ്കൂളാന്ന് അറിയോടാ കണ്ണ? എന്താണ് അവിടെ കാട്ടുന്നത്?
എന്നോട് ഫോൺ കൊടുത്ത് കളിക്കരുത് ഞാൻ പറഞ്ഞില്ലേ. ഹലോ ഹലോ കുഞ്ഞു, അവള് വന്നെന്ന് തോന്നുന്നു. ഇനി മേല എന്റെ ഫോൺ അനുമാനത്തിന്റെ അടുത്ത് എടുത്തു തുടക്കം തല്ലി പൊട്ടിക്കും രണ്ടേക്ക്. ചെറുത് കൂട്ടിയിരിക്കാൻ നോക്ക് വിളിക്കാനായിട്ട്. രണ്ടും മര്യാദയ്ക്ക് വലിയ വർത്തമാനം ഒന്നും പറയാതെ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഞ്ഞിനെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും താൻ എന്നും കൃത്യസമയത്ത് സ്കൂളിൻ്റെ അവിടെ ഉണ്ടാവണം. പിന്നെ അവർ ഏത് സ്കൂളിലേക്കാണോ പോണത് അതിൻ്റെ പേര് ചോദിച്ചു വയ്ക്കുക. ഇവിടുന്ന് ആ സമയത്ത് താൻ ഇറങ്ങിക്കോളും. ഒന്നും നോക്കണ്ട, വേറെ ആർക്കും ഇവിടെ എന്ത് പോകണമെന്നുണ്ടെങ്കിലും താൻ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിർത്തിയേക്കുന്നത്. സോ കുഞ്ഞിന് വേണ്ടിയിട്ട് താൻ പണിയെടുത്തേ പറ്റുള്ളൂ. ഓക്കെ സാർ, ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം. അമ്മാമ്മയുടെ അപ്പാപ്പൻ്റെയൊക്കെ അനുഗ്രഹം മേടിച്ച് ചെല്ലും. ആദ്യമായിട്ട് സ്കൂളിൽ പോകല്ലോ എൻ്റെ കുഞ്ഞ്. ഗുഡ് മോർണിംഗ് മാഡം. നിങ്ങളാരാ മനസ്സിലായില്ല? എൻ്റെ പേര് മാത്യു. ഞാൻ കെവിൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. കുഞ്ഞിനെ സ്കൂളിലാക്കാനും കൊണ്ടുവരാനും എന്നോട് വരാൻ പറഞ്ഞത്. ഇവിടെ കുഞ്ഞിനെ കൊണ്ടാക്കാൻ ഞാനുണ്ട്. എന്നിട്ട് കെവിൻ സാറിൻ്റെ അടുത്ത് പോയി പറ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ലാന്ന്. എൻ്റെ കുഞ്ഞ് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ മോനങ്ങനെ ഏർപ്പാട് ചെയ്തത്. മാഡം, സാറ് പറഞ്ഞത് മാഡം എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ കൊണ്ടുവരാൻ മാഡത്തിൻ്റെ കൂടെ ഞാനും പോണെന്ന്. എന്നോട് പറഞ്ഞു മനസ്സിലായില്ലേ? ഞാനാ ഇപ്പം പറയുന്നത് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ അറിയാം. താൻ ഇവിടുന്ന് പോകാൻ നോക്കാം. ഇനി ഇതായിരിക്കില്ല. നീ അതൊക്കെ ഇഷ്ടമാണോ? നീ ഫുഡ് കഴിച്ചോ? പട്ടോ, നീ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചത് അങ്ങനെ തന്നെ നടക്കും. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനെങ്കിൽ പറ, ഇല്ലെങ്കിൽ പോവാൻ നോക്കാം. എന്റെ കുഞ്ഞ് മിടുക്കണം. അതുകൊണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് എന്റെ ടീച്ചർ പറഞ്ഞത് എന്റെ കുഞ്ഞ് നല്ലോണം പഠിക്കും, നല്ല സുന്ദര കുട്ടനായിട്ടാണ് വരുന്നതെന്നൊക്കെ. അവന്റെ കുട്ടിക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചത്. ചോദിക്കില്ല. അമ്മ വാക്ക് പറഞ്ഞ വാക്കല്ലേ. കുഞ്ഞ് എന്ത് പറഞ്ഞാലും അമ്മ വാങ്ങിച്ചു തരാം. ഓക്കെ? എനിക്ക് പപ്പേനെ കാണണം അമ്മ. കുറെ നാളായി കണ്ടിട്ട്. എങ്ങനെ അമ്മ അവയ്ക്കെപ്പോഴും കണ്ടേ? മമ്മി പപ്പനെ വിളിച്ചാൽ സമ്മതിക്കില്ല. എനിക്ക് പപ്പനെ കാണണം അമ്മ. പ്ലീസ്. അതൊന്നും വേണ്ട. നീ ഉറങ്ങാൻ നോക്ക്. എനിക്ക് കാണാൻ തോന്നിയിട്ടല്ലേ. എന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാം. പിള്ളേര് കുറെ നാളായി പറയുന്നു ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോണം, കുറെ സാധനം മിഠായിയൊക്കെ മേടിക്കണം. എന്തായാലും ഒന്ന് സമയം കിട്ടി, അപ്പൊ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. നീ ഒറ്റയ്ക്കാണോ പോന്നെ? നീ അവനെ വിളിച്ചോണ്ട് പോ. ഒറ്റയ്ക്കൊന്നും പോണ്ട പിള്ളേരെ കൊണ്ട്. ഇനി അങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്കല്ല അമ്മ. അപ്പൊ ഇനി ഇതൊക്കെ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു നോക്കാം.
അന്നമ്മോ, എന്താണ്? എന്നെ അറിയോ? കിച്ചേട്ടാ, എപ്പോ എത്തി? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. നല്ല ക്ഷീണായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ തന്നെ കുറെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പതേ പുറത്തേക്കൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനെന്തായാലും വീട്ടിലോട്ട് വരാതിരിക്കുക. ഞാനിവിടുന്ന് പോകുമ്പോ നിന്റെ വയറ്റിലായിരുന്നു കൊച്ച്. നീ എന്താണ് പേരിട്ട് നോക്ക്? തൂലിക. അല്ല, നിന്റെ കെട്ടിയവൻ കെവിനൊക്കെ എന്ത് പറയുന്നു? എന്നോട് അവൻ എപ്പോഴും ദേഷ്യമായിരിക്കും അല്ലേ? അല്ല, കിച്ചേട്ടൻ എപ്പോഴാ വീട്ടിലോട്ട് വരുന്നേ? എന്തായാലും വായോട്ടോ, കൊറേ നാളായില്ലേ അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. കിച്ചേട്ടാ, കുറച്ചേരി മുതലിനൊന്ന് നോക്കൂ. ഞാനേ മേലെ പോയിട്ട് കുറച്ച് സാധനം എടുത്തിട്ട് വരാം. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയി ശരിയാവത്തില്ല. നീ പോയിട്ടോ പിന്നെ, ഞാനില്ലേ ഇവിടെ. അന്നമ്മയുടെ കൊച്ചിന് നോക്കാനില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? പോയിച്ചേട്ടാ, ഞാൻ പോയി നോക്കിട്ട് വരാം. അവിടെ ഉണ്ടോ എന്തോ. ഇവനെന്താ അവന്റെ കൂടെ? പപ്പയുടെ കുഞ്ഞാ? പപ്പയുടെ കുഞ്ഞിന് സുഖല്ലേ? കിരൺ, നീ എന്താ ഇവിടെ? ആ പെണ്ണെന്താ എന്നോട് പറയാത്ത? ഈ കെവിൻ ഇവിടെ ഉണ്ടെന്ന്. അത് കേവല, ഞാനുണ്ടല്ലോ നാട്ടില് എത്തിയിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പൊ പുറത്തേക്കൊന്ന് ഇറങ്ങി തുടങ്ങിയേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് വരാതിരിക്കുമായിരുന്നു, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങള് മോന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി എന്നെ കൊണ്ട് നീ അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്. കെവിൻ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോവാട്ടോ. നിങ്ങൾ ഷോപ്പിംഗ് നടത്തിക്കാം. കുഞ്ഞാ, കിച്ചണിൽ കാണുന്നില്ലല്ലോ. ഇപ്പോഴും മിഠായി സെക്ഷൻ എങ്ങനെ പോയി കാണും? അവിടെ ഇവിടെ ഒരു ചെറിയ കൊച്ചു നിൽക്കുന്ന കണ്ടായിരുന്നോ? അവിടെ ഒരാളുടെ കൂടെ പോകുന്നുണ്ടോ? ഒരു ചെറിയ ആൺകുട്ടിയല്ലേ? ആ, അതെ അതെ. താങ്ക് യു. കുഞ്ഞാ, കുഞ്ഞാ, വാ പോ. ഞാൻ പാപ്പയുടെ കൂടെ പോവാ. ആഹാ, നീ പാപ്പയുടെ കൂടെ പോയ ഞാൻ ഈ മിഠായി മൊത്തം കുഞ്ഞാപ്പി കൊടുക്കട്ടെ? ആ, കൊത്തോ. എന്റെ പപ്പ മേടിച്ചോളൂ. ഇങ്ങോട്ട് ഇറങ്ങല്ലേ പറഞ്ഞത്? എന്തോ ദിവസം പറയണ ഒരു കാര്യം തന്നെ. ഇറങ്ങല്ലേ ചേട്ടാ ഇങ്ങോട്ട് പറഞ്ഞത്? അന്നമ്മ ഇവിടെ ഇല്ല ആന്റി? അന്ന് ശനിയാഴ്ച ദിവസം പോകാറുണ്ട്. കൊറേ പേർക്കുള്ള ദിവസം കൊറേ ലേറ്റ് ആയിട്ടാ വരാം. കെവിനും അന്നമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ കെവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവള് കുറെ നാളായിട്ട് ഇവിടെ തന്നെയാണ് താമസം. എന്ത് പറയാനാ മോനെ, എല്ലാം നശിച്ചു. സ്നേഹവും സൗഹൃദവും എല്ലാം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. ആന്റി, എന്താ അവരുടെ ഇടയിൽ ഉണ്ടായത്? അവരുടെ ഇടയിൽ ഉണ്ടായതിനേക്കാൾ നീ അറിയേണ്ടത് അവന്റെ അനിയന്റെ ലൈഫിലുണ്ടായ കഥയാണ്. അതൊക്കെ കാരണം കൊണ്ട് മാത്രം എന്റെ മോളെ ഇവിടെ നിൽക്കുന്നത്. ഓ, കുഞ്ഞിനെ മരുമണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മോളെ വേണ്ടല്ലോ അല്ലേ?
വാ, അമ്മ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും കഴിച്ചിട്ടൊക്കെ വർത്താനം പറയാം. വായോ. വിശക്കുണ്ടോടി? അമ്മാവിയുടെ ചക്കരയ്ക്ക് വിശക്കുന്നതാ. നിന്റെ ആങ്ങളെ ഇവിടെ പോയിട്ട് ഇവിടെ ഒന്നും കാണില്ലല്ലോ. എന്തിനാ ചായ നിങ്ങൾ അവനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? വെറുതെ ചുമ്മാ പോയി ചൊറിയാനല്ലേ? ചുമ്മാ ഇരിക്കും, ആ വരുമ്പോ വന്നോളൂ. ഓ, അവളുടെ അനിയപ്പ എന്നെ ഒന്നും ചൊറിയാറില്ല കേട്ടോ, ഒന്നും പറയാറില്ല എന്നെ. ആഹാ, നിങ്ങളിപ്പോ കഴിക്കണം കഴിഞ്ഞിട്ട് വർത്താനം പറിച്ചിലായോ? എനിക്ക് വേണ്ടി കുറച്ചേരം വെയിറ്റ് ചെയ്യായിരുന്നു ചേച്ചി. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതാ അളിയന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കഴിക്കാതെ, പക്ഷെ ഇവര് കേക്കണ്ടേ. കഷ്ടം കേട്ടോ. നിങ്ങൾ എന്തിനാണ് കളഞ്ഞ ചെറിയ ഉണ്ടാക്കി? ഞങ്ങളുടെ കെട്ടിയവൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. എൻ്റെ വായിലേക്ക് എൻ്റെ കൈയെല്ലാം പൊക്കി പെയ്യരുത് വെറുതെ. രാവിലെ തന്നെ പോകണോ? കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്കായിട്ട് പോയാൽ പോരെ നമുക്ക് വീട്ടിലോട്ട്? അതല്ല, നമുക്ക് എനിക്ക് ഓഫീസിൽ പോകണം. നീ ഒരു കാര്യം ചെയ്യും, ഉച്ച കഴിഞ്ഞ് ഓഫീസിലോട്ടാ, നമുക്ക് അവിടെ നിന്ന് പോവാം. ഇറങ്ങിട്ടല്ലേ പോട്ടെ. ചേച്ചി, എന്താടാ? എന്താ? ഞാൻ ഞങ്ങൾ കെട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞോട്ടോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കോളേജ് കയറിയപ്പോൾ തുടങ്ങിയതാ നേര്. ബൈ അലിയ, ലവ് യു. ഓലമാടൻ. നിന്റെ ചോറ്. പിന്നെ അച്ഛനൊരു ഫയൽ അമ്മ തന്നിട്ടുണ്ട്, അതോടെ കൊടുക്കാൻ പറഞ്ഞു. ചേച്ചി പോവാണോ? എനിക്ക് ഒരു കാര്യം കാണിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ കാണിക്കാം. അങ്ങനെ എനിക്ക് പണിതപ്പോഴേ തിരിച്ചൊരു പണി കൊടുക്കണ്ടേ. ഈ ഫോട്ടോസ് ഒന്ന് നോക്കിയേ. ഇതാ സോനിയല്ലേ? ഇത് നീ എവിടെ നിന്ന് എടുത്ത? അതുണ്ടല്ലോ ചേച്ചി, ഞാൻ ഇന്നാണ് എൻ്റെ ക്യാബിനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഒരു ഫയൽ കൊടുക്കാൻ വേണ്ടി പോയതാ. നോക്കുമ്പോണ്ടല്ലോ രണ്ടുപേരും ചേർന്നിരുത്തിട്ടൊക്കെ വർത്താനം പറിച്ചതാ. ഞാൻ ഞെട്ടിപ്പോയില്ലേ. ചേച്ചി എടുത്തു പോലും അത്ര ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒരു സന്ധ്യ ഞാൻ ഒന്ന് തീർക്കും. എന്താണ് ഇത് നോക്കിയത്? നീയാ? എന്താണ് ഇവിടെ? ഞാൻ ഉച്ചയ്ക്ക് വരാനല്ലേ പറഞ്ഞേ? അതെന്താ ഉച്ചയ്ക്ക് മുമ്പ് വന്നാ ഇവിടേക്ക് കേട്ടില്ലേ? കേറിക്കോ. നിന്നെ ഇപ്പൊ അവിടെ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. വായോ. എന്താ ആ ഫോൺ ഇവിടെ വന്നിരുന്നല്ലേ? നിങ്ങളോട് ഞാൻ എത്ര അമ്മ പറഞ്ഞിട്ടുണ്ട് അവളുടെ കൂടെ കൂട്ടുകൂടായിരുന്നു. അവൾ ഇതിനു വേണ്ടി മാത്രം നോക്കി നടക്കുന്ന പെണ്ണാ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? എന്നിട്ട് അവളെ പിടിച്ചിട്ട് ഇവിടുത്തെ ആരാണ്ട് കാക്കി വെച്ചേക്കുന്നു. എന്നെ വേണ്ട. സോനെ പറ്റി ക്യാബിനിൽ വെച്ച് സംസാരിക്കണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. നീ ഇപ്പൊ അവിടെ മിണ്ടാണ്ട് വല്ലോടത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ നോക്ക്. എനിക്ക് കുറെ ജോലിയുണ്ട്. എന്റെ വായ അടപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കാൻ വേണ്ട, ഞാൻ വായ അടയ്ക്കില്ല. പറ, എന്തിനാ അവളോട് വന്നത്? അവൾക്ക് അവിടെ ഒരു ക്യാബിൻ കൊടുത്തിട്ടില്ലേ? അവിടെ ഇരുന്ന് വർക്ക് ചെയ്താ പോരെ? നിങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യണം നമുക്ക് എന്താ എത്ര നിർബന്ധം? എന്തുകൊണ്ടാ അവൾക്ക് നിങ്ങളുടെ കൂടെ ഒട്ടിച്ചേർന്നിരിക്കണം? അത് തന്നെ. ഒരു പെൺകൊച്ചിനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. നീ ഒരു പെണ്ണല്ലേ? നിന്നോട് പറഞ്ഞില്ലേ സോനയുടെ കാര്യം വീട്ടിൽ പോയിട്ട് സംസാരിക്കാന്ന്? എന്താ എന്താ സോന തനിക്ക് വേണ്ടത്? മാഡം, ഞാൻ സാറിനെ കാണാൻ വേണ്ടിട്ട്. നീ എന്നെ മാഡം എന്ന് വിളിച്ചിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. നീ എങ്ങനെയാണോ പണ്ടേക്ക് വിളിച്ചിരുന്നത് അതേപോലെ വിളിച്ചാൽ മതി. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഫയലാ, അവളെ കടത്തിവിട്.
അല്ല അങ്ങോട്ട് വാ, വരാനല്ലേ പറഞ്ഞേ. ചേട്ടാ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും, കുഞ്ഞിനെ അമ്മയുടെ ആരോടത്ത് കൊണ്ടാക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ പോകുന്നില്ല വീട്ടിലേക്ക്. ഇപ്പൊ കുഞ്ഞ് എന്റെ കൂടെ തന്നെ വരുള്ളൂ. ഞാൻ ഇപ്പൊ പോകുന്നില്ല. എന്തിനാ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങക്ക്? വാശി കാണിക്കാതെ പോവന്നെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ നിന്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റില്ലെന്നോ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കട്ടോ. നീ എത്തിയോ? ഫുഡ് കഴിച്ചോടാ? ഇല്ല അമ്മ, എന്റെ ഭാര്യയും കൊച്ചും എത്തിയോ? എത്തി കുറച്ചു മുമ്പ് എത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പോയതാണ്. ഇച്ചാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഷോളൊക്കെ ഇവിടെ പറഞ്ഞില്ലേ. ഇവക്ക് വട്ടുവായോ? ഞാൻ നിന്റെ ഷോളിലൊന്നും പിടിച്ചിട്ടില്ല. ദേ അവിടെ കുടുങ്ങിയിട്ടായിരിക്കുന്നത്, അതെടുത്തോണ്ട് പോവും. അപ്പൊ അങ്ങനല്ലേ പിടിച്ചത്? ഇങ്ങനൊന്നും സംസാരിക്കാൻ വരാത്തത്? ഞാൻ അവിടുന്ന് പിണങ്ങി തന്നെയല്ലേ പോകുന്നത്? ഇതൊക്കെ ഒന്നും കടിച്ചിട്ട് വരണ്ടോ നോക്ക് കുരങ്ങ്. ഇത് മനപ്പൂർവ്വം. ഞാൻ മൈൻഡ് ചെയ്ത എന്ത് പാപ്പ കഴിച്ചത്? എന്തിനു കളിക്കാനോ നമ്മുടെ കുട്ടിക്ക്? ഇതൊന്നും ഓട്ടാൻ പറ്റില്ല. നീ ബഹളം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സൈലന്റ് ആക്കി ഈ കാര്യം വിടും. ജയ പ്ലീസ് കുറച്ച് മനസ്സമാധാനം എനിക്ക് താ, ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മനസ്സമാധാനം കേടാണല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മറുപടി പറയില്ലാത്തത്? അതല്ലേ എനിക്ക് ദേഷ്യം വരുന്നത്. ഒന്ന് ചുമ്മാ എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കിടത്തി ഉറക്കട്ടെ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ മനസ്സമാധാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് മാത്രം സൂചിച്ചുറങ്ങിയാൽ മതിയല്ലോ അല്ലേ? ഞാനിവിടെ ഒരാള് ചക്രശ്വാസം വലിക്കാം ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നിനക്കറിയാൻ എന്താ നിനക്കറിയേണ്ടത്? സോന വന്നിരുന്നു, എന്നെ കാണാൻ തന്നെ അവള് വന്നത്. നിനക്കറിയാലോ, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. തിരിച്ചിഷ്ടപ്പെടാത്തോണ്ട് അവൾ ഇടക്കിടക്ക് പിന്നെയും വന്നു പോകുന്നു. അവള് വന്നോട്ടെ, അവൾക്ക് ജോലിയുടെ കാര്യം പറഞ്ഞ് വന്നപ്പോ ഞാനൊരു ജോലി കൊടുത്തു, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ അതിനകത്തൊന്നുമില്ല. നിങ്ങൾക്ക് അവളോട് ഇഷ്ടം തോന്നിയാലോ? അപ്പൊ ഞാൻ എന്റെ പിള്ളേര് എന്ത് ചെയ്യും? നീ വേണേ പൊക്കോ, എന്റെ മോനെ ഞാൻ തരൂല. ഇപ്പൊ മക്കളെ മാത്രം മതിയല്ലോ. പറഞ്ഞേ കേട്ടില്ല, നീ വേണമെങ്കിൽ പൊക്കോന്ന്. പിള്ളേരെ മാത്രം മതി ഇത്ര. സച്ചല്ലേ നിനക്ക് ഫോട്ടോ കാണിച്ചു തന്നതും എന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞതും? പെണ്ണെ, ആ പൊട്ടൻ നിന്നെ വട്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാ. ഞാൻ അവനെ കുറച്ച് ചൊറിഞ്ഞില്ലേ, അതിനെ കയറി അവൻ എനിക്ക് മാന്തി. പക്ഷെ നിന്റെ വഴിയിലൂടെ ആ മാന്തി കിട്ടിയെന്ന് മാത്രം. അവനപ്പൊ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പൊ ആ ഫോട്ടോ ഒറിജിനൽ അല്ല? അത് ഒറിജിനലൊക്കെ തന്നെ, പക്ഷെ കുത്തിത്തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ഒട്ടിയിരുന്നു, ചേർന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നോളെയാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു, വെറും 2 minutes കണ്ട്. അതെങ്ങനെയാ? കാളെ പെറ്റൂന്ന് കേൾക്കുമ്പത്തേന് കയറെടുത്ത് ഓടില്ലേ? എനിക്കറിയില്ലല്ലോ അവൻ നിങ്ങളോടുള്ളത് കൊണ്ട് കാട്ടിയതാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ,
അവന്റെ തല മണ്ട ഞാൻ തല്ലി പൊട്ടിക്കും. സോറി. അവളുടെ കോറി വാ കൂട്ടു, എനിക്ക് ഉറങ്ങണം. സർപ്രൈസ് ആയിട്ട് വിളിച്ചോര് പറഞ്ഞില്ലല്ലോ നീ. എന്റെ ഗുരുണ്ടാക്കിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരുന്ന പിന്നെ ഞാൻ എന്ത് ധൈര്യ ഇച്ചാനും വിളിച്ച് ഇച്ചാന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. രാവിലെ തന്നെ ആരോ വിളിച്ചെന്ന് പറഞ്ഞ് കമ്പനിയിലേക്ക് ഇറങ്ങിപ്പോയതാ. ഇതുവരെ എത്തിയിട്ടില്ല. നാളെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നീ ചെയ്തു നിൽക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. ഇന്ന് ചേച്ചി കഴിക്കണ്ട, ഞാൻ വന്നില്ലേ. അപ്പൊ നമുക്കെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. നിന്റെ കെട്ടിയോൻ സിംഹം ഇവിടെ ഉണ്ടോടി? എനിക്ക് വെറുതെ അങ്ങേരുടെ നിന്ന് കുറെ ഗർജനം കേൾക്കണ്ടല്ലോ. ഇവിടെയില്ല, പുറത്തു പോയേക്കാം. ഒരു മീറ്റിംഗ് ഉണ്ട്, കുറച്ച് വരും. ഇത്രയും കയറിയിരിക്കും. ഓ ഭാഗ്യം, നിന്നോട് മനസ്സമാധാനമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്തൊരു കാണാൻ. അല്ലെങ്കിൽ എപ്പോഴും അങ്ങേരെ തന്നെ പിന്നാലെ ഉണ്ടാവുള്ളൂ. ആഹാ, കുരിപ്പത്തി അവിടുന്ന് ലാൻഡ് ആയല്ലേ? ഈ മാങ്ങാണ്ട് പറഞ്ഞെന്താ ഇവിടെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. ആ കെവിൻ എപ്പത്തി? ഇപ്പൊ വന്ന് കയറിയുള്ളൂ. കണ്ണാണ്ടൂടെ ഡേ, എനിക്കൊരു ചായ എടുത്ത് ബെഡ്റൂമിലേക്ക് ഉണ്ടോ? അവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ വിളിച്ചിട്ടാണോ വന്നേ? കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോ സെലിബ്രേഷന് വേണ്ടി വിളിച്ചതാ. എന്താ ഇതെന്താ അവനെ കിട്ടിയിരുന്നില്ല കൊണ്ടത് മാത്രമാണ് ഈ സെലിബ്രേഷനോട് നടക്കുള്ളൂ? ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തത്? ഇച്ചാനെ കണ്ടേക്കണത് വേറെ കണ്ണിലൂടെ, അതുകൊണ്ട് ഇച്ചാനെ അവന് ഇഷ്ടപ്പെടാത്തത്. വഴിയൊക്കെ ഒന്ന് ചിന്തിച്ചോക്കെ. ഇച്ചാന്റെ എന്ത് നല്ല സ്വഭാവ. അങ്ങനെ ഒരാള് ഭർത്താവായിട്ട് കിട്ടാൻ എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കും. അപ്പൊ നീ ആഗ്രഹിക്കണ്ടോ? എന്റെ പൊന്നു, ഇനി അതിനാ തലയ്ക്ക് പിടിച്ച് കയറണ്ട. ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഫുഡിന്റെ കാര്യമൊക്കെ ഏർപ്പാടിയിട്ടില്ലേ? വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കേക്കിന്റെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സെലിബ്രേഷൻ അവിടെ നോക്കിക്കോളാന്നാ പറഞ്ഞേ. രാത്രി ആകുമ്പത്തേനും അനിയൻ വരും. നീ ഇതിന്ന് തട്ടിപ്പോണെന്നോട്ടാ. നിന്നോട് ചോദിക്കുന്നതിന് മറുപടി അറിഞ്ഞൂടെ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ അവനെ വിളിക്കണ കാര്യം. എന്താ? നിങ്ങള് സോനേനെ വിളിച്ചോ? സോനേനെ സെലിബ്രേഷന് വിളിച്ചായിരുന്നോ? എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാനും വിളിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ കണക്ക് താലേ. ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട, മനസ്സിലായില്ലേ? ഇവിടെ നനയിക്കോളൂ. അളിയോ, അളിയനൊക്കെ എത്തി. ഇങ്ങനൊരു നടക്കി പോണ ലക്ഷണമില്ല. ശരിയാക്കി തരാം. കിച്ചേട്ടാ, സത്യം പറയാലോ ചേട്ടാ, കിച്ചണിൽ അളിയനായിട്ട് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ ചേച്ചി കിച്ചനെ പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിലോ ഞാൻ എല്ലാം നിറച്ച് തലയിലും വെക്കാണ്ട് കൊഞ്ചിച്ചുകൊണ്ടെടുത്തായിരുന്നു. കേറട്ടെ, അങ്ങനെ തന്നെ അങ്ങോട്ട് കേറട്ടെ. അങ്ങനെ എന്റെ അടുത്ത കളിക്കാൻ വന്നേക്കുന്നു. അല്ലേ നീ നിന്റെ അനിയൻ പറഞ്ഞ വല്ലതും കേട്ടായിരുന്നോ? ഞാനെങ്ങനെ കേൾക്കാനാ? ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത്. ആ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞ? അത് അളിയനായിട്ട് നിന്റെ കിച്ചേട്ടനെ മതിയുന്നു കാലേ. അവനെ ഞാൻ കൊടുക്കാം അവന്റെ അളിയനായിട്ട് അവന്റെ കിച്ചേട്ടന്. എന്റെ പെണ്ണേ, നീ
എന്ത് ചിരി! അവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ചങ്കങ്ങട് ഇല്ലാണ്ടായി പോയി. നീ അവനോട് പോയി ചോദിക്കേ, എന്തിനാ അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേന്നോ? എനിക്ക് നല്ലോണം സങ്കടമായി. പോയി ചോദിക്കടി. നിങ്ങളെന്താ നഴ്സറിയിലാണോ പഠിക്കുന്നത്? എനിക്കറിയാൻ പറ്റുമെന്ന് ചോദിച്ചാ ഒരു പരാതിയായിട്ട് വന്നോളും. കിട്ടിയ ഭർത്താവും കൊള്ളാം, എന്റെ അനിയനും കൊള്ളാം, രണ്ടു കണക്കാം. നീ ഒന്നും എന്താ വരണ്ട, കൂട്ട് വെട്ടി ഞാൻ പോ. എന്റെ ഉണ്ടായി കിടക്കുന്ന മോനേക്കാൾ കഷ്ടാണല്ലോ ഇങ്ങനത്തെ കാര്യം. ഇതാണല്ലേ സത്യം. അവ കണ്ടില്ല, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഏട്ടനോ എന്റെ ചേച്ചിയോ കൊണ്ടാടുണ്ടല്ലോ, നമ്മൾ രണ്ടിന്റെ തല കഴുത്തിന് മേലെ ഉണ്ടാവില്ല, വെട്ടിക്കളയും. ഇനി സ്നേഹമില്ലാത്തോണ്ട് എന്താടി വേണ്ട? നിനക്കറിയാലോ, അങ്ങനെ എന്റെ തല തന്നെയാന്ന് പറഞ്ഞ് നോക്കി നോക്കണമെന്നോ ഒരാളിയൻ. എങ്ങനെ ഞാൻ പോയി പറയും അങ്ങനെ അനിയത്തിനെ എനിക്ക് ഇഷ്ടമാണ്? പിന്നെ എന്തെങ്കിലും വകയുണ്ട്, അത് എന്റെ ചേച്ചിയാണ്. അവളോട് ഇത് മര്യാദയ്ക്ക് പറയലേ നടക്കുള്ളൂ. നീ അതിനു മുമ്പ് കാര്യങ്ങൾ വഷളാക്കരുത് പ്ലീസ്. കൺട്രോൾ. കിസ്സൊന്നും പറ്റില്ല. എന്താണ് പറയുന്നത്? ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ? നിനക്കൊരു നാണമില്ലേ? ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ നാണമില്ലാത്ത മനുഷ്യൻ ഞാനായിരിക്കുന്നു. പക്ഷെ നീ എന്നെ കടത്തി വിട്ടില്ലേ? ചേച്ചി ഞാനല്ലേ ചേച്ചി, ഇവിടെ ചേച്ചി ഞാൻ ഒന്നും ചെയ്തില്ലേ ചേച്ചി. ഇവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പോകാനൊക്കെ എളുപ്പമായിരുന്നു. ഞാൻ ഇടക്കിടക്ക് പോയി കാണുമായിരുന്നു. അങ്ങനെയാ. കാല് പിടിക്കാൻ ചേച്ചി, ഒന്ന് സമ്മതിപ്പിക്കണേ ചേച്ചി. ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങൾ പരസ്പരം ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല. ചേച്ചി പ്ലീസ് ചേച്ചി, ഈ ചാനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. ഇത്ര വലിയ കാര്യം ഇച്ചാനെ കൊണ്ട് നിനക്ക് സമ്മതിപ്പിക്കാൻ ഉണ്ടായിട്ടാണോ നീ ഇച്ചാനെ കറി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നത്? ഇങ്ങനത്തെ ചൊറിയാണ് വർത്താനം പറഞ്ഞ ഇച്ചാൻ എന്തെങ്കിലും കേൾക്കും. ഇപ്പൊ തന്നെ നീ എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞ എന്നോട് പരാതി പറഞ്ഞിട്ട് വന്നതുള്ളൂ. അതൊക്കെ ഒരു ഫണ്ണല്ലേ ചേച്ചി. ഞാൻ ഇച്ചാനെ ആ സെൻസിലെടുക്കൊന്നു വെച്ചിട്ടല്ലേ പറഞ്ഞേ. അന്നൂര് ഇച്ചിരി അടുത്തൊന്ന് പരാതി പറഞ്ഞ സോറി മോനെ, എനിക്ക് കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. നീ ഇപ്പൊ തന്നെ വിളിച്ചു കിട്ടില്ല എന്റെ ചാനെ. ആ സ്ഥലത്തെ കാര്യങ്ങൾ പറയില്ല കേട്ടാ. എന്റെ പൊന്നല്ലേ മുത്തല്ലേ ചേച്ചി ചേച്ചി എന്റെ പൊന്നേച്ചല്ലേ ഒന്ന് ചാനൊന്ന് സമ്മതിപ്പിക്കേ. അതെ, ഈ കാര്യം അങ്ങേരറിഞ്ഞ എന്റെ തല വെട്ടും. നിങ്ങൾക്കറിയോ, ഈ ചാൻ ആകെ പേരുള്ളത് ചേച്ചിനെയാ. അത് ചേച്ചി പറഞ്ഞ എന്തായാലും കേൾക്കും. അതൊക്കെ ശരിയല്ലേ, അങ്ങനത്തെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ കാര്യത്തില് ഞാൻ മുഴുവനായിട്ട് സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. ചേച്ചനോട് പറഞ്ഞു നോക്കാം, പക്ഷെ കേട്ടില്ലെങ്കിൽ എന്നെ പറയരുത്. നിങ്ങളെന്താ ഒരുങ്ങും? നീ അവിടെ എല്ലാവരും വന്നു, കേൾക്കാൻ സമയം വാങ്ങോട്ട്. കൊച്ചിന്റെ തമ്മിൽ പിടിക്കാൻ നിൽക്കുക ഒരുങ്ങാതെ. ഞാൻ വരുന്നില്ല, നിങ്ങൾ കട്ട് ചെയ്തു.
പോയി ചോദിക്കണോ? ശരി, ചോദിക്കാം. നീ അതിനെ പറ്റിയ മുഖം ചെയ്യണ്ട, വാങ്ങോട്ട്. എന്റെ മുന്നിൽ വെച്ച് ചോദിക്കണം. അവൻ എന്താ പറയണെന്ന് എനിക്കറിയണമല്ലോ. ഓ ശരി, വാ. നീ എങ്ങോട്ട് അങ്ങോട്ട് വീട്ടിൽ പറയുന്നേ? നീ അവനോട് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നില്ലേ? ശരി, വാ. ദാ, നീ എന്താ ചൈനയെ പറ്റി പറഞ്ഞത്? കണ്ണുകൊണ്ടാണ് ചിരിക്കുന്നത്. എടാ, എന്തിനാണ് ചിരിക്കുന്നത്? നിനക്ക് നാണമില്ലേ? നീ ചെറിയ പിള്ളേരെ പോലെ തലൂടാൻ. ഇനി മേല എനിക്കാണ് കളിയാക്കാം. ശരി, നീ അങ്ങനെ പറയുന്നു കേട്ടല്ലോ. ശരി, പറഞ്ഞിട്ടുണ്ട്. കേക്ക് കഴിക്കും. വാ. നിന്റെ ഏട്ടങ്ങനെ ഒരു കിഴങ്ങനായി പോയതോടെ. I love you. സന്തോഷത്തോടെ ഇരിക്കണ കണ്ടല്ലോ. അവൻ എന്നെ ചൊറിയാൻ വന്നിട്ടല്ല എനിക്ക് ദേഷ്യം വരുന്ന. എന്റെ അനിയൻ എന്താ നീ? നിങ്ങളും വലിയ മോശമൊന്നുമില്ലല്ലോ. എന്റെ അനിയനെ നിങ്ങൾ കളിയാക്കാറില്ലേ? അവനെ പറ്റി നമുക്ക് സംസാരിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. എന്താ ഉമ്മ വെച്ചിട്ടാ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് വായം കൊണ്ടല്ലേ? മര്യാദ സംസാരിക്കും. ശബ്ദങ്ങൾ വരട്ടെ. എന്റെ ശബ്ദത്തേക്കാൾ എനിക്കിഷ്ടം നിന്റെ ശബ്ദം. ചാനോട് വാങ്ങില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? എന്റെ ഫാമിലി, നിങ്ങളുടെ ഫാമിലിക്ക് ആയിട്ട്. എന്തായാലും അവളിപ്പോ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നില്ലേ? അപ്പൊ നമുക്ക് പോവാ ചെയ്യാ, പ്ലീസ്. പോവാം. നിന്റെ അനിയനെ ഒഴിച്ച് ബാക്കി എല്ലാരെയും കൊണ്ട് നമുക്ക് പോവാം. നിന്റെ അനിയനുണ്ടെങ്കിൽ ഞാൻ വരൂല. ചായ, എന്നെ അവൻ നിങ്ങളെ ഇറക്കിയിട്ട് ഞാൻ വരൂല. അവൻ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. കാരണം അവൻ നിങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്തോന്ന് കാര്യം അവനെ എന്നെ കൊണ്ട് നടത്തിക്കാനുള്ളത്? എന്ത് കാര്യം? അവനൊരു കാര്യം നടത്തിക്കാനില്ല. ഞാനത് എന്തൊരു ഓർമ്മയിൽ പറഞ്ഞതാ. വിട്ടടാ, നമുക്ക് പോവാം. പോകുന്നത് കുറച്ചു ദിവസം കഴിഞ്ഞ് പോവാം. ഇപ്പൊ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്തട്ടെ. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇച്ചാനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിന്നെ കൊണ്ടുപോകണ്ടാന്ന് ഇച്ചാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തതാ. മിണ്ടാതെ പോയ എടുത്ത് മിണ്ടാണ്ടിരുന്നോളാം, കേട്ടല്ലോ? അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ അത് മാറ്റും, അത്ര ഉണ്ടാവുള്ളൂ. അവളെ നിനക്ക് വേണോ? അവളെ വേണമെങ്കിൽ ഇപ്പൊ നീ മിണ്ടാണ്ടിരിക്കണം നല്ലത്. ഇച്ചാനെ എത്രത്തോളം ദേഷ്യം വരുന്നു അതൊക്കെ ഇതിന് വഷളാവുള്ളൂ. നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്. എനിക്കിഷ്ടം ഇങ്ങനത്തെ പ്ലേസസ് ഒക്കെ. എന്ത് ആലോചിക്കുന്നത്? ഇത്ര നല്ല പ്ലേസിൽ നിന്നിട്ട് ചുമ്മാ കിടന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താ കമ്പനിയിലുള്ള പ്രശ്നമുണ്ടോ? അതല്ലേ, അവനെന്നെ ചൊറിയുന്നില്ല. എന്തോ പറ്റി അവന്? അവന്റെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഞാൻ പോയി പറയണോ നിങ്ങൾക്ക് ഒരു ചൊറിയാനായിട്ട്? വേണമെങ്കിൽ പോയി പറയാം. നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾക്ക് ചൊറിയിൽ കിട്ടാത്തതിന്റെ കുഴപ്പം. കുറച്ച് ചൊറിയുടെ അടുത്ത് തേച്ചേ പിന്നെ ഇവിടെ നിക്ക്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്റെ മഞ്ഞ. അവന് എന്തോ പ്രശ്നമുണ്ട്. അവന്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾ എന്താ അവന്റെ പ്രശ്നം പോയി തീർക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മിണ്ടാണ്ടിരിക്കാൻ നോക്ക്.
സംസാരിക്കുന്ന രാത്രി ഹോട്ടലില് അവിടെ കാണുന്നിരിക്കുന്നു. ഏതാ ഞാൻ എൻ്റെ ഒരു നേരെ എണീറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഞാൻ വരാം, നീ വെക്ക്. പോത്തെ ചിരിക്കോ അതിന്റെ അടുത്തോട്ട് പോടിയതാ. പ്ലീസ് ഒന്ന് കഴിക്കട്ടെ, പ്ലീസ് പ്ലീസ്. എല്ലാവരും അവിടെ ആഘോഷിക്കാൻ വേണ്ടി ക്യാമ്പ് ഫയർ കിട്ടുവാണെങ്കിൽ സമയം കളയല്ലേ പോ. വൃത്തങ്ങട്ട ചെക്കൻ ഏത് നേരത്താണ് എനിക്ക് എടുക്കാൻ തോന്നിയത്? റൂമിൽ വെള്ളമൊക്കെ ഉണ്ടാവോ? ഇതെന്നാണ് നിനക്ക് ഓർമ്മയുണ്ടായിരുന്ന? സത്യമായിട്ട് ഞാൻ മറന്നുപോയി. നിങ്ങൾ മറക്കുമെന്ന് എനിക്കറിയായിരുന്നു. അത് സാരമില്ല. എന്റെ സുന്ദരനല്ലേ മറന്നത്? എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ അതിന് വേണ്ടായിട്ട് എന്നൊരു 3 ദിവസത്തെ ട്രിപ്പ് കൊണ്ടുപോകാം. നമ്മൾ തനിച്ച് ബാംഗ്ലൂരിൽ വെച്ചിട്ട്. ഓക്കെ? നിങ്ങൾ ഉഗ്ഗനാണോ? ഇത്രയൊക്കെ സർപ്രൈസ് ഒരുക്കിയതല്ലേ ഞാൻ? ഹഗ്ഗല്ല, എന്നെ കുറിച്ച് ഉമ്മ തരും. Thank you so much. അത് പൂട്ടിട്ടിട്ടാണോ പറയുന്നത്? എല്ലാവരും ഓർമ്മിക്കാം. കരയാതെ